കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷമായുള്ള മാറ്റം എന്ന് പറയുന്നത് അഭൂതപൂർവമായിരുന്നു. വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ മേഖലയിലെല്ലാം നടന്ന ഈ മാറ്റത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൻ്റെ ഭാഗമായവരുമായി നടത്തുന്ന ഒരു സംവാദ പരിപാടി കേരളപ്പച്ച ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എഴുത്തുകാരനും പ്രാസംഗികനും സാംസ്കാരിക വിമർശകനുമായ ശ്രീ സുനിൽ പി ഇളയിടമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കേരളപ്പച്ചയുടെ ഭാഗമായി ഇങ്ങനെയൊരു സംഭാഷണം നടക്കുന്നതിൽ വളരെ സന്തോഷം. സ്വാഗതം മാഷ്. എഴുത്തിലും സിനിമയിലും പാട്ടിലുമൊക്കെ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിലവിലെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഈ സവിശേഷതകളെക്കുറിച്ചുള്ള മാഷിന്റെ നിരീക്ഷണങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ടിനിടയിൽ കേരളീയ ജീവിതം ഏതാണ്ട് ഉടനീളം മാറി. അതുവരെ കേരളീയ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന അടിസ്ഥാന ആശയങ്ങളൊക്കെ വലിയ തോതിൽ മാറി. എഴുത്തിൻ്റെ രീതികൾ മാറി, സംഗീതത്തിൻ്റെ സ്വഭാവം മാറി, എല്ലാ മേഖലകളിലും ജീവിത ബന്ധങ്ങളുടെ രീതി മാറി, വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവം മാറി. അതെല്ലാം ഗുണകരമാണോ ദോഷകരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്താറായിട്ടില്ല. പക്ഷെ മാറ്റം ഉണ്ടായി എന്നുള്ളത് നിശ്ചയമായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. പ്രത്യക്ഷത്തിൽ 2 മാറ്റങ്ങളാണ് എനിക്ക് അനുഭവവേദ്യമായത്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, കാര്യങ്ങൾക്ക് കുറെ കൂടി തുറസ്സും സ്വാതന്ത്ര്യവും വന്നു എന്നുള്ളതാണ്. മനുഷ്യബന്ധങ്ങൾ, മനുഷ്യർ ലോകമായിട്ട് ഇടപെടുന്ന രീതി, പഴയ പിടിവാശികളൊക്കെ കുറേ അയയുകയും മനുഷ്യർ ഇപ്പോൾ വസ്ത്രധാരണം, ഭക്ഷണം, പെരുമാറ്റം, സൗഹൃദം, ഇതിലൊക്കെ തുറസ്സുകൾ വന്നു എന്നുള്ളതാണ് പ്രകടമായി കാണുന്ന ഒരു മാറ്റം. അതെല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസിനെയൊക്കെ മായ്ച്ചു കളയുന്ന മട്ടിലുള്ള പെരുമാറ്റമൊക്കെ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ സ്വാഭാവികമായി വസ്ത്രധാരണത്തിൽ ഒരുപാട് മാറ്റം വന്നു. അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് ഉള്ളിലും ഒക്കെ കുറേ മാറ്റം വന്നു. അപ്പോൾ അതൊരു പോസിറ്റീവായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മറുഭാഗത്ത് സംഭവിച്ചൊരു കാര്യം, ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് എന്താ പറയുക, സോഷ്യൽ ലൈഫ് എന്നോ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ വിളിക്കാവുന്ന മട്ടിൽ എല്ലാം ചെതറിപ്പോകുന്ന ഒരു സ്ഥിതി വളരെ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനത് ഈ പഠിപ്പിക്കുന്നു എന്നുള്ള നിലയിൽ കൂടിയാണ് പറയണത്. കാരണം ഒരു വിഷയത്തെ സൂക്ഷ്മമായിട്ട് പിന്തുടർന്ന് ചെന്ന് അതിനാവശ്യമുള്ള അത്രയും ശ്രദ്ധ കൊടുത്തൊരു കാര്യത്തിൽ മനസ്സർപ്പിക്കാനുള്ള സന്നദ്ധത വളരെ കുറഞ്ഞിരിക്കുന്നു. 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ കാണാവുന്നതും മനസ്സിലാക്കാവുന്നതായ കാര്യങ്ങൾ മതി എന്നൊരു യുക്തി വന്നിരിക്കുന്നു. ആ യുക്തിയുടെ ഒരു അപകടം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൽ ഒരാഴക്കുറവ് വരും. എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് 5 മിനിറ്റിലേക്ക് സംഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ മതി എന്നൊരു സൊസൈറ്റി തീരുമാനിച്ചാൽ ആ സൊസൈറ്റി ഒരു ഉള്ള സമൂഹമാവും. അത്തരത്തിലുള്ള ഒരു ഹോളോനെസ് പതുക്കെ ഇവോൾവ് ചെയ്ത് വരുന്നത് മറുഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യബോധമാണ്, മറുഭാഗത്തൊരു കാമ്പില്ലായ്മയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കലരൽ സംഭവിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൻ്റെയൊക്കെ മറുപുറത്ത് ഒരു സിവിയറായിട്ടുള്ളൊരു വലതുപക്ഷവൽക്കരണവും ഉണ്ട്. ആചാരങ്ങൾ, ഇപ്പോൾ മതം എന്ന് പറയുന്നത് ഒരു 90% ഇപ്പോൾ ആചാരമായി കഴിഞ്ഞിട്ടുണ്ട്, അല്ലാതെ അതിൻ്റെ മറ്റനുഭവ മൂല്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ദിശയിലാണ് ഈ മാറ്റങ്ങൾ നീങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. പല ദിശകളുണ്ട്. അതിൽ ഓരോന്നിനെയും പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ടേ നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റും. പൊതുവായിട്ട് ഇന്ന ദിശയിൽ മാറുന്നു എന്ന് പറയുന്നത് അത്ര ശരിയാണ്. ഇപ്പം നമ്മളിങ്ങനെ മാറുന്നൊരു സൊസൈറ്റി റിഗ്രസീവ് ആവുമെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷേ ഈ മാറ്റമൊക്കെ ഉണ്ടായ സമൂഹം ഒരു 25 കൊല്ലത്തേക്കാൾ കൂടുതൽ ആചാരപരമാണ്, കമ്മ്യൂണലാണ്, റിച്വലിസ്റ്റിക് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ചേരുന്നു എന്നുള്ള ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിലൊരു സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ ഒരു ഇടപെടൽ എങ്ങനെയാണെന്ന് തോന്നുന്നു? സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു ബേസിക് ലെവലിലൊരു സോഷ്യൽ ചേഞ്ച് മെറ്റീരിയൽ തലത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പശ്ചാത്തല സൗകര്യം വികസിക്കുന്നുണ്ട്, റോഡുകൾ ഉണ്ടാകുന്നുണ്ട്, ആശുപത്രി, സ്കൂളുകൾ, അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ വളരെ പോസിറ്റീവാണ്. പക്ഷേ ഈ മാറ്റത്തിനനുസൃതമായിട്ടുള്ളൊരു അവബോധ മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോഷ്യൽ ബിഹേവിയറിൽ വരുന്നില്ല, സോഷ്യൽ കോൺഷ്യസ്നെസ്സിൽ വരുന്നില്ല. ഇപ്പം നമ്മളീ പറഞ്ഞ
ഇത്രയും വികാസം നേടിയ ഒരു ഇത്രയും ഭൗതിക വളർച്ചയുള്ള ഒരു സമൂഹം ഏത് തരത്തിലുള്ള ജീവിതബോധം വെച്ച് പുലർത്തണം? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം നമ്മൾ കേരളത്തെ ഇപ്പോൾ IMR 5 ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 5, അമേരിക്കയിൽ 5.6 അവരുടെ പെർ ക്യാപിറ്റ 92,000 മറ്റാണ്, നമ്മുടെ 3,500. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ മുകളിലാണ് എന്ന് പറയാം. പല സൂചകങ്ങളിലും വേണമെങ്കിൽ കിട്ടും. പക്ഷേ കേരളത്തിൽ എന്താണ് സ്ത്രീകളുടെ സാമൂഹ്യ ജീവിതം? എത്ര സാമൂഹ്യ സുരക്ഷിതത്വമുണ്ട്? എത്ര സ്പേസ് ഉണ്ട്? തൊഴിലെടുക്കുന്ന സ്ത്രീക്ക് തൻ്റെ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാൻ എത്ര സ്വാതന്ത്ര്യമുണ്ട്? അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഭൗതിക വളർച്ചകളൊക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും റിഗ്രസീവായ ഫാമിലിയൽ സ്ട്രക്ചേഴ്സ്, പാട്രിയാർക്കി, ഇതെല്ലാം മറുഭാഗത്ത് തുടരുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോൺഫ്ലിക്റ്റ് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മാറ്റങ്ങളൊക്കെ ഇൻസ്ട്രുമെൻ്റലായി നിൽക്കുകയും കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിൽ ലോകം പഴയതൊന്നു പോലും പറഞ്ഞുകൂടാ, പഴയതിനേക്കാൾ യാഥാസ്ഥിതികത്വം പലയിടത്തും ഉണ്ട്. ഇപ്പോൾ ആചാരലോകം, ഇപ്പോൾ മതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഘട്ടം വരെ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റും സോഷ്യൽ വാല്യൂ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കൂടുതൽ റിച്വലായി. ഇപ്പോൾ കുംഭമേള ഒരു 25 കൊല്ലം മുമ്പ് കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ, ഇപ്പോൾ കുംഭമേളയായി. അങ്ങനെ ഏത് ഭ്രാന്തം നടക്കുന്ന ഒരു സമൂഹമായി. മറുഭാഗത്ത് ഈ സമൂഹം തന്നെയാണ് മറ്റ് പല സൂചകങ്ങളിലും അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം സ്ഥാനത്തും ഒരുപക്ഷെ ലോക നിലവാരത്തിലുമാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യം കേരളത്തെ വിഴുങ്ങുന്നുണ്ട് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രൊപ്പഗണ്ടകൾ നിറഞ്ഞ പല സിനിമകളും കേരള ഉറപ്പായിട്ടും അത്തരത്തിൽ കേരളത്തെ പരമാവധി താറടിച്ച് കാണിക്കാനുള്ള, കേരളത്തെ പറ്റി മറ്റ് ജനങ്ങൾക്ക് തെറ്റായ ധാരണകൾ കൊടുക്കുന്ന സിനിമകളും പാട്ടുകളും പുറത്ത് നമ്മളൊന്ന് പോയാൽ പോലും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അത്രത്തോളം നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായി കേരളത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണല്ലോ. കേരളമാണ് വാസ്തവത്തിൽ ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ എന്താ പറയുക, ഹിന്ദുത്വ ഫാഷിസത്തോടും നിയോ ലിബറൽ പോളിസികളോടും ഒക്കെ ഒരു കൗണ്ടർ പെർസ്പെക്റ്റീവ് വയ്ക്കുന്നത് കേരളം മാത്രമാണ്. ഇപ്പോൾ കേരളത്തിലെ എന്താ പറയുക സാമൂഹ്യ അല്ലെങ്കിൽ ഭരണ നടപടികളുടെ സ്വഭാവം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ്റിനെ എടുത്താൽ 2 ആസ്പെക്റ്റ് നമുക്ക് കാണാം. ഒരു ഭാഗത്ത് ഇപ്പം 5 ലക്ഷം വീടുകൾ വരുന്നു, ഹരിതകർമ്മസേന വരുന്നു, കുടുംബശ്രീ സംവിധാനം ശക്തിപ്പെടുന്നു, അങ്ങനെ കീഴ്ത്തട്ട് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വരുന്നു, ക്ഷേമ പെൻഷനുകൾ വരുന്നു. അങ്ങനെ കീഴ്ത്തട്ടിലെ ഏറ്റവും അടിസ്ഥാന ജനതയെ വലിയ തോതിൽ പരിരക്ഷിച്ചുകൊണ്ടാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുഭാഗത്താണെങ്കിൽ NH വികസനം വരുന്നു, ഗെയിൽ പൈപ്പ് വരുന്നു, വിഴിഞ്ഞം പദ്ധതി വരുന്നു, അങ്ങനെ വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വരുന്നു. അതായത് ഈ 2 തലങ്ങളിലും മാറ്റം വരുത്തുന്നു. അല്ലാതെ മൂലധന താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ലൈഫ് മിഷൻ ഏതാണ്ട് 20,000 കോടി രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 5 ലക്ഷം ആളുകൾക്ക് വീടാകുന്നു. ഇത് സാധാരണ നിലയിൽ നിയോ ലിബറൽ ആസ്പെക്റ്റ് ഉള്ളവർക്ക് യാതൊരു താല്പര്യമില്ലാത്തതാണ്. അവർ അതിനെ വേസ്റ്റ് ആകുന്ന പണമായിട്ടാണ് കാണുക. 5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പുറകിലൊരു പോളിസി ഉണ്ട്. അപ്പോൾ അത്തരം പോളിസികൾ ഒരു ഭാഗത്ത്, പിന്നെ അഡമൻ്റായി ഹിന്ദുത്വത്തെ ചെറുക്കുന്നു എന്നത് മറുഭാഗത്തുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണല്ലോ ഇന്നത്തെ കേന്ദ്രഭരണം എന്ന് പറയുന്നത്. ആ കോമ്പിനേഷനെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരളം, പിന്നെ വേണമെങ്കിൽ കുറഞ്ഞൊരളവിലാണെങ്കിലും തമിഴ്നാട്, ഇങ്ങനെ 1-2 സ്ഥലങ്ങൾ മാത്രമാണ് ഒരു ബദലുള്ളത്. ഇപ്പോൾ ബാക്കി പല സ്ഥലത്തും ഭരണകക്ഷി വേറെയാണെങ്കിലും ബദലല്ല. അതേ യുക്തിയുടെ തന്നെ മിനിയേച്ചർ ഫോംസ് ആണ് നമ്മൾ അവിടെ കാണുക. ഭരണകക്ഷി വേറെ ആയിരിക്കും, ചിലപ്പോൾ മൃദു സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ബലിഷ്ഠമായൊരു കൗണ്ടർ. കേരളം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് കേരളം ഇന്ന് ഇന്ത്യയിലൊരു പ്രതിപക്ഷമാണ്. ഇന്ത്യയിലെ ഭരണയുക്തിയുടെ ഒരു പ്രതിപക്ഷമാണ് കേരളം. ഞാൻ പറയുന്നത് കേരള ഭരണം മാത്രമല്ല, കേരളീയ സമൂഹം. ഇപ്പം മതമൈത്രിയെ നിലനിർത്തുന്നതായാലും അല്ലെങ്കിൽ സാമൂഹ്യ വളർച്ചയുടെ തലത്തിലായാലും ഒക്കെ കേരളം എന്ന് പറയുന്നത് സ്വയമേവ ഒരു പ്രതിപക്ഷമാണ്. അല്ലാതെ ഭരണത്തിൻ്റെ തലത്തിൽ മാത്രമല്ല, അത് സോഷ്യൽ ഓർഡറിൽ. ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒരു ഇത് കാണുകയുണ്ടായില്ല, ഒരു ബസ്സിന് തീ പിടിച്ചിട്ട് ഒരു വിത്തിൻ 5 മിനിറ്റ്സ് 10-15 പേര് ഫയർ എക്സ്റ്റിംഗ്വിഷറായി വന്ന് ആ പ്രശ്നം അവരുടെ വണ്ടിയിൽ എടുത്തിട്ട് വരുന്നു, കടയിൽ നിന്ന് എടുത്തിട്ട് വരുന്നു, 5 മിനിറ്റ് കൊണ്ട് ഈ സാധനം അവസാനിപ്പിക്കുന്നു. ഇപ്പൊ കേരളത്തിന് പുറത്തൊരു സ്ഥലത്താണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുകയെന്ന് ഉണ്ടാവണമെന്നില്ല. ഉണ്ടായാൽ തന്നെ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ ആരും ഉണ്ടാവില്ല. വിത്തിൻ 3 or 4 മിനിറ്റ്സ് ആ പ്രോബ്ലം സെറ്റിൽ ചെയ്തു. ഇത് കേരളം നേടിയ ഒരു വലിയ ഒരു വളർച്ചയുടെ അടയാളമാണ്. അപ്പം അതൊന്നും വാസ്തവത്തിൽ ഈ ഹിന്ദുത്വ യുക്തിക്കോ നിയോ ലിബറൽ താല്പര്യങ്ങൾക്കോ നിരക്കുന്നതല്ല. അതുകൊണ്ട് അവരിതിനെ താറടിക്കാനുള്ള ഒരു
പിന്നെ അവരെന്ത് ശ്രമിച്ചിട്ടും ഫലിക്കുന്നുമില്ല. അതുകൊണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 19% വോട്ടുണ്ട്. ഇവിടെ പഞ്ചായത്തിൽ ഇത് ആയപ്പോൾ അത് 15% കുറഞ്ഞു, 14.6-7 മറ്റോ ആയിരിക്കുന്നു. ദാറ്റ് മീൻസ് അവരുടെ എല്ലാ ശ്രമങ്ങൾക്ക് ശേഷം അവർ വിജയിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന അലോസരങ്ങൾ. അല്ലാതെ ഇപ്പോൾ കേരള സ്റ്റോറിയിൽ പറയുന്ന എന്തെങ്കിലും കേരളത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാനീ പറഞ്ഞ പാട്രിയാർക്കിയുടെ ചില അംശങ്ങൾ ഇവിടെ ഉണ്ട്, കാസ്റ്റിസത്തിൻ്റെ ചില അണ്ടർ കറൻസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് പറയാം. അല്ലാതെ വ്യൂ ഒഴിക്കാനായിട്ട് ആളുകളുടെ മുമ്പിൽ കുത്തിക്കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. അതെല്ലാം തീർത്തും അസംബന്ധമാണ്. ഇപ്പം ജാതി പോലും ഇന്നർ ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ പ്രത്യക്ഷമായൊരു ജാതി മർദ്ദനം നമുക്ക് കേരളത്തിൽ നിന്ന് കാണില്ല. നോർത്ത് ഇന്ത്യ കാണുന്ന, ഇവൻ തമിഴ്നാട്ടിലുള്ളത് പോലും. അപ്പം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാതെ മതിൽ കെട്ടിത്തിരിക്കുന്നത് ഇപ്പോഴും അവിടെ ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ആലോചിക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു വഴി ജാതിയുടെ പേരിൽ കെട്ടിത്തിരിക്കുക എന്നുള്ളത് കേരളത്തിൽ ഒരാളെ ആലോചിക്കുക പോലും ഇല്ല, ചെയ്യില്ല എന്നല്ല, ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പം ഇത് തകർക്കുക എന്നുള്ളത് അവരുടെ ഒരു ലാർജർ അജണ്ടയാണ്. അത് കേരളത്തിലെ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷേ കേരളത്തിന് പുറത്തതിന് ഫലമുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് വസ്തുതയാണെന്ന് കരുതുന്നത് ധാരാളം പേർ കേരളത്തിന് പുറത്തുണ്ട്. കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു മാറ്റം എടുത്താൽ ഒരു അഭൂതപൂർവമായിട്ടുള്ള മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മാറ്റത്തെ, ഒരു ഓൾറൗണ്ട് ആ ഒരു ഡെവലപ്മെൻറ്റിനെ, ഒരു ഗ്രോത്തിനെ എങ്ങനെ നോക്കിക്കാണും? ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യം അതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അതിനൊരു ഹോളിസ്റ്റിക് വിഷൻ ഉണ്ട്, ഒരു സമഗ്ര സ്വഭാവമുണ്ട്. ഇപ്പോൾ സാധാരണ വികസനം എന്ന് പറയുമ്പോൾ ലിബറൽ സൂചികയിൽ മാത്രമാണ്. സൂചികയിൽ മാത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനം എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല റോഡുകളുണ്ടായി, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വന്നു, വിഴിഞ്ഞം പദ്ധതി വന്നു. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു വൻകിട വികസനമാണ്. അതൊരു കോടിക്കണക്കിന് റുപ്യ, ആയിരക്കണക്കിന് കോടി റുപ്യ ചിലവാക്കിക്കൊണ്ട് ഓരോ പദ്ധതികൾ നടപ്പാക്കിയെടുക്കുകയാണ്. അത് അനിവാര്യവുമാണ്, ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ അത് അനിവാര്യമാണ്. അതേസമയം കേരളത്തിലുണ്ടായൊരു മറുപുറം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട്, 30 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1 കോടി ആളുകൾ കേരളത്തിൽ പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരാണ്. ഒരു വീട്ടിൽ തന്നെ 2-3 പെൻഷനുകൾ കിട്ടാവുന്ന സ്ഥിതി പോലും ഇപ്പോൾ ഉണ്ട്. അപ്പം അത് ഒരു എന്താ പറയുക, ഈ വൻകിട വികസനത്തിൻ്റെ ഒരു വൻകിട യുക്തിക്ക് മറുപുറമാണ് അത്. 5 ലക്ഷം വീടുകൾ പൂർത്തിയായിരിക്കുന്നു, 20,000 കോടി രൂപയോളം സ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ ഞാൻ കുറച്ച് അന്വേഷിച്ച് നോക്കി, ലോകത്തെവിടെയെങ്കിലും അത്രയും ബൃഹത്തായൊരു സൗജന്യ ഭവന പദ്ധതി ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല. 5000 വീടുണ്ടാവും, അല്ലെങ്കിൽ 50,000 വീടുണ്ടാവും. 5 ലക്ഷം വീടുകൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 0.565% ആയിരുന്നല്ലോ നമ്മുടെ അതിദാരിദ്ര്യം. നാഷണൽ ആവറേജ് 11-12% ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിൽ 30-35 ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ 5.5% നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ 60,000 ആളുകളെ കണ്ടെത്തി അവർക്ക് സപ്പോർട്ടിങ് മെക്കാനിസം കൊടുത്ത് ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഇത്തവണ 40 കൊല്ലമായിട്ട് കടൽ കയറുന്ന സ്ഥലമാണ് ചെല്ലാനം പഞ്ചായത്ത്. അത് ടെട്രോപാഡിട്ട് ആ പ്രശ്നം മുഴുവൻ പരിഹരിച്ചെങ്കിലും അവിടെ തോറ്റുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളെ ഒരു ഭാഗത്തും, ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തല സൗകര്യ വികാസം മറുഭാഗത്തും, ഇത് രണ്ടും ചേരുന്ന ഒരു വിഷയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആശുപത്രി നോക്കിയാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ നന്നായിട്ടുണ്ട് എന്നുള്ളതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റവെക്കൽ ആശുപത്രി 600 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ വരുന്നത്. അത് ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ, പിന്നെ ചൈനയിലേ ഉള്ളത്. അപ്പം അങ്ങനെ വൻ പദ്ധതികൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഏറ്റവും കീഴ്ത്തട്ടിലെ റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളും പെൻഷനും ഒക്കെ ആയിട്ട് 2 തലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 2 അറ്റങ്ങളും ഒരുപോലെ പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രക്രിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ സോഷ്യൽ ഹാർമണിക്ക് കാര്യമായ കോട്ടമൊന്നും ഉണ്ടായില്ല. ഇപ്പം ഈ പറഞ്ഞ കോലാഹലങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാകുന്നില്ല, സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല. അതൊരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ ഇന്നാളൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ 5 ലക്ഷം വീടുകൾ വച്ചു കൊടുത്തൊരു സമൂഹത്തിലെ അംഗമാണ് ഞാൻ എന്നത് നമുക്ക് അഭിമാനം തരേണ്ട കാര്യമാണ്. അല്ലാതെ മംഗലാംകുന്ന് കേശവൻ നിങ്ങളുടെ പഞ്ചായത്തിൽ എഴുന്നള്ളിക്കാൻ വന്നു എന്നുള്ളതല്ല നിങ്ങളെ ആനന്ദം കൊള്ളിക്കേണ്ടത്, മറിച്ച് ഇത് നിങ്ങളെ ആനന്ദം കൊള്ളിക്കണം. അങ്ങനെ പറ്റും എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, ഒരു സമൂഹം നിലയ്ക്ക് വലിയ
നേട്ടമാണ്. അതെ, ഇപ്പോൾ വയനാട് അതെ, വയനാട് ഇപ്പോൾ ആ വീടുകൾ പൂർത്തിയാവുന്നു. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഏത് തലത്തിലെടുത്താലും പിന്നെ പല വീഴ്ചകളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ആശുപത്രിയിൽ രോഗികൾ മരിക്കലോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ പണിത പാലങ്ങളിൽ ഏതെങ്കിലും സ്ലാബ് ഇടിഞ്ഞു വീഴലോ, അതെല്ലാം കാഷ്വലായ കാര്യങ്ങളാണ്. നമ്മുടെ മാധ്യമാന്തരീക്ഷം ചെയ്യുന്നൊരു കാര്യം കൂടി പറയണം. ഈ സാമൂഹ്യ വളർച്ചയുടെ പ്രതലങ്ങളെ മുഴുവൻ മറച്ചു വെച്ചിട്ട് വലതുപക്ഷത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു നിലയിലേക്ക് മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ അത് ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വാധീനിക്കുന്ന 100% എന്നൊന്നും പറയുന്നില്ല, ബട്ട് സ്വാധീനിക്കുന്നുണ്ട്. സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ വേറൊരു നിലയിൽ കൂടി പറയാം. അതായത് വലതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ മൊത്തം വിചാര രീതിയെ തന്നെ വലതുപക്ഷവൽക്കരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ടെലിവിഷൻ ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്യോന്യമുള്ള ഈ തർക്കങ്ങളും ചീത്തവിളികളും എന്നല്ലാതെ നിങ്ങൾക്കൊരാശയത്തെയോ വസ്തുതയോ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു അങ്ങനത്തെ മാധ്യമങ്ങളാണ് ആ അതെ ചർച്ചകളെ കാണുന്നുള്ളൂ. അതെ അതെ അതെ. അതായത് നിങ്ങൾ 1 മണിക്കൂർ ഒരു ചർച്ച കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പുതിയ ധാരണ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അയ കണ്ടത് അന്ന് ആരാണ് കൂടുതൽ ചീത്ത പറഞ്ഞത്, കൂടുതൽ ഒച്ച ഉണ്ടാക്കിയത്, 5 ഡയലോഗ് പറഞ്ഞ ആരാണ് എന്നതിലാണ് അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഞാനപ്പോൾ എന്നെ പണ്ട് വളരെ മുമ്പൊക്കെ ഞാൻ ചിലപ്പോൾ ചർച്ചയ്ക്ക് പോകുമായിരുന്നു. വളരെ 10 വർഷമൊക്കെ മുമ്പ്. ഞാൻ 5-8 വർഷമായിട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ എന്നെ ഇന്നാളൊരാൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ BBC-യുടെ മറ്റൊരു ചർച്ച കാണും. അറിയാവുന്ന വിഷയധാരണയുള്ള 4-5 പേര് വന്നിരിക്കുന്നു, അവരതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നു, ഓപ്പൺ എൻഡഡ് ആയിട്ട് ആ വിഷയം 1 മണിക്കൂർ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം പുതിയ തെളിച്ചം കിട്ടും. ഇതുള്ള വെളിച്ചം കൂടി അവസാനിച്ചു പോകുന്നല്ലാതെ ഒന്നും കിട്ടില്ല. അല്ല, നമ്മൾ കുറെ കൂടി വിദ്വേഷത്തിലേക്കും ആരോടുള്ള പകയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ കരുതുന്നത് കേരളത്തിൽ സെൻസിബിളായ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ ടെലിവിഷൻ കാണൽ നിർത്തിയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന, ഞാനിപ്പോൾ ഇത് കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. എന്നെ പോലെ എത്രയോ പേര് നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാമൂഹ്യ താല്പര്യം ഇല്ലാത്തവരല്ല. സാമൂഹ്യ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, പ്രവർത്തനമുണ്ട്. എന്നാൽ പോലും ഇത് നോക്കണം എന്ന് തോന്നുന്നില്ല. അപ്പം ഇതെന്താണെന്നറിയോ? ഇത് കാണുന്നൊരു സമൂഹത്തെ ഉണ്ടാക്കും. ഈ സമൂഹം എന്ന് പറയുന്നത് അവർ സ്വയം വിജ്ഞരാണ് എന്ന് ധരിക്കുകയും അവർക്ക് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് ധരിക്കുകയും അവരുടെ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വാസ്തവത്തിൽ തർക്കവിളിയും തർക്കങ്ങളും ഒക്കെ ആയിട്ട് മാറുകയും ചെയ്യും. ഫലത്തിൽ ഇതൊരു റൈറ്റ് ടേൺ ഉണ്ടാക്കും. ഞാൻ പറയുന്നത് റൈറ്റിസ്റ്റ് പൊളിറ്റിക്സ് തന്നെ വഴി റൈറ്റ് പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല, നിങ്ങളുടെ ചിന്തയെ തന്നെ, നമ്മുടെ ആലോചനയെ, സോഷ്യൽ ഡിസ്കോഴ്സിനെ മൊത്തം വലതുപക്ഷത്തേക്ക് തിരിച്ചുവിടാം. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ അത് വേണ്ട അളവിൽ വാസ്തവത്തിൽ ഇന്നും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നല എനിക്കുള്ളത്. വാസ്തവത്തിൽ പറ്റൂല്ല എന്ന് പറഞ്ഞുകൂടാ, ഇത്തരത്തിലുള്ള ചർച്ച ബഹിഷ്കരിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഫലിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇത് എന്തായാലും ഇതിൽ പങ്കെടുക്കണോണ്ട് ഫലമൊന്നും ഇല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. മറുഭാഗത്ത് ഫലിക്കുമെന്നറിയില്ല. പിന്നെ ഡെയിലി പൊളിറ്റിക്സിൻ്റെ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്കത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പ്രോബ്ലം അതുണ്ട്. അതായത് ഈ ചർച്ചയിൽ ആര് ജയിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഇമ്മെറ്റീരിയലാണ്. ഈ ചർച്ച റൈറ്റിസ്റ്റ് ആണെന്നുള്ളതാണ് പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ. ആ ചർച്ചയുടെ ലോജിക്ക് ഫ്രെയിം തന്നെ റൈറ്റിസ്റ്റാണ്, ന്യൂട്രൽ അല്ല. അതുകൊണ്ട് നിങ്ങൾ ചർച്ചയിൽ ജയിച്ചാലും ആത്യന്തികമായിട്ട് ജയിക്കുന്നത് റൈറ്റിസ്റ്റ് യുക്തിയാണ്. അത് നമ്മൾ കാര്യഗൗരവത്തോടെ കാണണം. അത് മൊത്തം മാധ്യമാന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ട്, രീതിയായി മാറി. അതായത് എല്ലാറ്റിനെയും ഞാനും ചില സമയത്ത് പറയാറുണ്ട്, ഈ പണ്ട് ഹെവർമാസൊക്കെ പറയും ഈ അറിവിൻ്റെ 3 പ്രതലങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇൻഫർമേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ക്രിട്ടീക്ക് എന്ന് പറയും. വിവരം, വ്യാഖ്യാനം, വിമർശം എന്ന് പറഞ്ഞ് ഈ 3 പ്രതലങ്ങളായിട്ട് ഇത് വന്നം എന്ന് പറയും. ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നോക്കിയാൽ വിവരം കുറച്ചൊക്കെ വരും എല്ലാ ദിവസവും, വ്യാഖ്യാനവും വിമർശനവും ഒന്നുമില്ല. പിന്നെ ഉള്ളത് കുറേ വിവാദങ്ങളുണ്ടാവും, പിന്നെ കുറേ നേരം പോക്കുകളുണ്ടാവും. ഈ വാസ്തവത്തിൽ ഈ ടെലിവിഷൻ ചർച്ചകൾ തന്നെ ഒരർത്ഥത്തിൽ നേരം പോക്കല്ലേ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ചാനൽ ചർച്ചയെക്കുറിച്ച് പറഞ്ഞത് ഈ ആണുങ്ങളുടെ സീരിയലാണ്. പെണ്ണുങ്ങൾ സീരിയൽ കാണും, ആണുങ്ങൾ ചാനൽ ചർച്ച കാണും, രണ്ടും ഒന്ന് തന്നെയാന്നാ. അത് വാസ്തവത്തിൽ ശരിയാ, ഉണ്ടാക്കണ എഫക്റ്റ് ഒന്ന് തന്നെയാ. ആണുങ്ങളുടെ സീരിയലാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് നന്നായിട്ട് എനിക്ക് തോന്നി. ഞാൻ 2 സ്ഥലത്ത് പറഞ്ഞു, ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ചാനലുകാർക്ക് ഇഷ്ടാവില്ല, എന്നാലും ഇതിൽ അങ്ങനെ ഒരു വസ്തുതയുണ്ട്. ഞാൻ പറഞ്ഞ ഒരു തരത്തിലുള്ള പൊള്ളത്തരം അതിലുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്.
പക്ഷേ ഇതിനൊക്കെയാണ് റേറ്റിംഗ് ഉള്ളതെന്ന് അവർ പറയുന്നു. അവരെ ഇപ്പോൾ പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പക്ഷേ ഇതാണ് റേറ്റിംഗ് ഉള്ളത്. TRP കൂടുന്നു, അപ്പോൾ കൂടുന്നു. അപ്പം ഒരാളോട് ചോദിച്ചു, പേര് ഞാൻ പറയുന്നില്ല, എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു അവർക്കാണ് ഭയങ്കര റേറ്റിംഗ് എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് അവർക്ക് പൈസ. അതെ. അതായത് ഞാനിപ്പോൾ ഏറ്റവും അവസാനം പങ്കെടുത്ത ചർച്ച ശബരിമല പ്രശ്നത്തിലാണ്. അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ പോകുമ്പോൾ കേരളത്തിലെ മുതിർന്ന 1-2 പേര് ആ ചർച്ചയിലുണ്ട്. അപ്പം അന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ട് 2 ആഴ്ചയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഒരു ഡിസെൻറ്റ് നോട്ട് എഴുതിയ ഒരു ജസ്റ്റിസ് ഉണ്ട്, ഇന്ദു മൽഹോത്ര എന്ന് പറഞ്ഞിട്ട്. ബാക്കി 4 പേരാണ് ഇതിന് അനുകൂലമായിട്ട് എഴുതിയത്, ഒരാൾ ഡിസെൻറ്റ് എഴുതുകയാണ്. ആ ഡിസെൻറ്റ് ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ ലീഗലി അവരതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പാടില്ല എന്നുള്ളത്. ശരിയോ തെറ്റൊന്നുമല്ല, ലീഗലായ വളരെ പ്രൊഫൗണ്ടായ കുറേ ആർഗ്യുമെൻറ്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നവർ അത് നോക്കുന്നതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒറ്റ ആൾ നോക്കിയിട്ടില്ല. ഇതിനെ എതിർക്കുന്ന ഞാനല്ലാതെ ഈ ചർച്ചയ്ക്ക് അവരുടെ വാദത്തെ പോലും അവർക്കും നോക്കിയിട്ടില്ല. എന്നിട്ട് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു. എന്നിട്ട് ഇവർ പറയുന്ന ഈ അസംബന്ധങ്ങൾക്ക് നമ്മൾ മറുപടി പറയണം. അപ്പൊ അനുകൂലിക്കേണ്ടി വരും. ഇല്ലെങ്കിലും ആ ലീഗലായ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതിനകത്ത്. അവരത് നല്ല, ഞാൻ അതിന്റെ ഒരു സമ്മറി വായിച്ചിരുന്നു. അപ്പൊ ഞാൻ സമ്മറി വായിച്ചെന്നാ വെച്ചാൽ ഈ ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിനോട് പ്രതികരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ വായിച്ചതാണ്. ഇത് കണ്ടിട്ടുമില്ല, ഇത് വായിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അപ്പൊ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാ. അത് മൊത്തത്തിൽ എന്താണെന്നറിയോ, നമ്മുടെ സോഷ്യൽ ഡിസ്കോഴ്സിന്റെ സ്റ്റാൻഡേർഡ് താണു പോകും. ഇപ്പം നിങ്ങൾ ചായക്കടയിൽ നിന്ന് തർക്കിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അന്യോന്യം കവലയിൽ നിന്ന് സംസാരിക്കുന്നതോ തർക്കിക്കുന്നതോ തെറ്റല്ല. പക്ഷേ അതാണ് നമ്മുടെ സോഷ്യൽ ഡിസ്കോഴ്സിൻ്റെ ആകമാനമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് നല്ലതല്ല. അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ചില വിഷയം ഉണ്ടാവും, അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, അത് ആൻറ്റി ഇൻ്റലക്ച്വലിസമാണ്. ബൗദ്ധികമായി സൂക്ഷ്മമായിട്ട് ആലോചിക്കുകയോ ആശയങ്ങൾ പറയുകയോ ചെയ്താൽ കേരളീയ സമൂഹം ഇപ്പോൾ ജനറലി അതിനെ തള്ളിക്കളയും. ഒരു സാധനത്തെ അംഗീകരിക്കില്ല, അത് തട്ടിപ്പാണെന്നോ ജാർഗണാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയും. നോക്കൂ, എല്ലാവർക്കും ഒറ്റ കേൾവിക്ക് മനസ്സിലാവുന്ന മട്ടിൽ ലോകത്തെ എല്ലാ കാര്യവും പറയാൻ പറ്റില്ല. ചിലത് അങ്ങനെ പറയാൻ പറ്റും, ചിലത് ഇടനിലയിൽ നിന്ന് പറയാൻ പറ്റും, ചിലത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ആ കോംപ്ലിക്കേഷനായ വിഷയവും സമൂഹത്തെ മനസ്സിലാവണമല്ലോ. ഇത് കേരളം ഒരു പൊള്ള സമൂഹമാവുന്നതിൻ്റെ അടയാളമാണ് ഈ ചർച്ചകൾ എന്നാണ് എൻ്റെ ഒരു വാദം. അത് വലതുപക്ഷത്തിൻ്റെ വലിയൊരു, ഈ ചർച്ചകളിലൊക്കെ മുഴുവൻ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വലതുപക്ഷക്കാരായിരിക്കും പൊതുവിൽ. ഇപ്പം നിങ്ങൾ ഇതിൽ ചർച്ചയ്ക്ക് വന്ന BJPയുടെ ഒക്കെ പ്രതിനിധികൾ ചർച്ച ചെയ്യണത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കാമ്പും കണയുണ്ടാവില്ല. വെറുതെ ഒച്ചയെടുക്കുക, വാട്സപ്പ് നുണകൾ അങ്ങ് ശക്തമായിട്ട് ആധികാരികമായിട്ട് പറയാ, പറഞ്ഞൊരു മണ്ടത്തരം ഒന്നുകൂടി ഒച്ചയിൽ ആവർത്തിക്കുക. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അവനവനോടും ലോകത്തോടും വസ്തുതകളോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരാൾക്കൂട്ടം ഇങ്ങനെ ഉണ്ടായി വരികയാണ്. അതാണ് ഞാൻ കേരളത്തിൻ്റെ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത്. അല്ലാതെ റൈറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വോട്ട് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല. ഇത് വളരെ അപകടകരമാണ്. കാരണം ഇത് ആളുകൾ തിരിച്ചറിയില്ല. ഇപ്പോൾ BJPക്ക് 15% വോട്ട് കിട്ടിയാൽ നമുക്ക് കാണാമല്ലോ, നമ്മളറിയുമല്ലോ അവർ ജയിച്ചു എന്ന്. ഇതറിയില്ല, ഇതെവിടെയും കാണില്ല. പലപ്പോഴും നമ്മളും ഇതാവും, ഈ യുക്തിയിലേക്ക് നമ്മളും പോയി വീഴും. അത് നമ്മൾ തന്നെ അറിയില്ല ഈ നമ്മളങ്ങനെ ആവുന്നുണ്ട് എന്നുള്ളത്. അതൊരു വലിയ അപകടം പിടിച്ചൊരു നീക്കമാണ്, പ്രശ്നമാണ്. കേരളം ശ്രദ്ധാപൂർവം പ്രതിരോധിക്കേണ്ട ഒരു ആൻറ്റി ഇൻ്റലക്ച്വൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് സൊസൈറ്റിയാണ്. ഫാഷിസത്തിൻ്റെ ആദ്യത്തെ അടയാളങ്ങളിലൊന്നും ആൻറ്റി ഇൻ്റലക്ച്വലിസമാണ്. അതിനിന്ന് കേരളത്തിൽ നല്ല പേരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യബോധവും തുറസ്സും അവരുടെ ഉദാരതകളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ എലമെൻ്റ് അവിടെയുണ്ട്, ആൻറ്റി ഇൻ്റലക്ച്വലാണ്. ശ്രദ്ധാപൂർവം ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഒരു പേപ്പർ ആവശ്യം വേണ്ട വിവരം നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതിനപ്പുറം അതിൽ നിന്നൊരു പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഒരു 15-20 പേജുള്ളൊരു പേപ്പർ വായിച്ചൊരു വിഷയത്തെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. 20 പേജൊന്നും ഒരു കുട്ടിക്ക് ഇപ്പോൾ വായിക്കാൻ പറ്റില്ല. ആവശ്യം വേണ്ട വിവരങ്ങൾ, ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്രയോ കാലമായിട്ട് ഇത് ചെയ്യുന്നു. പേപ്പർ പല വിവരങ്ങൾ ശേഖരിച്ച് കോർത്തിണക്കിയൊരു സാധനം എഴുതും, അല്ലാതെ ഒരു ഫുൾ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അതൊക്കെ അപകടം പിടിച്ച പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്താൽ ഒരേ ഗവൺമെൻറ് തുടർച്ചയായി വിജയിച്ചു പോരുക എന്നുള്ളതൊരു അസ്വാഭാവികമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ടേം എടുക്കുകയാണെങ്കിൽ 10 വർഷം ഒരുമിച്ച് ഒരു ഗവൺമെൻറ് അധികാരത്തിലേറുന്നു.
ഇതിനെ ഒരു ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഹെൽത്ത് സെക്ടർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ, ഒരു തുടർച്ച ഉണ്ടായിട്ടുണ്ട്. എവിടെയും നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നിട്ടില്ല. മറ്റൊരു പ്ലോട്ട് ട്വിസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടുണ്ട്. അത് ഏത് രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റ് സെക്ടറിന് ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും ഉപയോഗപ്രദമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ മുമ്പുണ്ടായിരുന്ന പദ്ധതികൾ പലതും നിലച്ചു പോകും, പെർസ്പെക്റ്റീവ് മാറും, പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കും, അത് പാതി വഴിയിലാവുമ്പോഴേക്കും അത് നിലച്ചു പോകും. അങ്ങനെ പലതരത്തിലുള്ള ഞാനിതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആളുകൾ ഈ തുടർഭരണം എന്നൊക്കെ പറഞ്ഞ് ഒച്ചയുണ്ടാക്കുമല്ലോ. അപ്പം ഞാൻ പറയണ എൻ്റെ ഒരു വാദം എന്താ വെച്ചാൽ, ഒരു ട്രൂലി ലെഫ്റ്റായ ഒരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഭരണവും ഒരു നിലയിലുള്ള സമരം തന്നെയാണ്. ഇപ്പം കേരള ഭരണം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയോ ലിബറൽ കമ്മ്യൂണൽ ഭരണത്തിനെതിരായ ഒരു സമരമുഖമാണ്. അല്ലാതെ അതൊരു ഭരണം മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ ഇത്രയും സാമ്പത്തിക എന്താ പറയുക അടിച്ചമർത്തലുള്ളപ്പോൾ, ഇത്രയും കമ്മ്യൂണലൈസേഷൻ നടക്കുമ്പോൾ അതിനെ ചെറുക്കുന്നു എന്നുള്ളതൊരു സമരം കൂടിയാണ്. അല്ലാതെ ഇതൊരു ഭരണം മാത്രമല്ല. അപ്പോൾ ഈ ഭരണം മാത്രമാണെന്നുള്ളത് വാസ്തവത്തിൽ ഭരണത്തെക്കുറിച്ചുള്ളൊരു വലതുപക്ഷ ധാരണയും കൂടിയാണ്. ഭരണത്തിലൊരു സമരതന്ത്രമുണ്ട്, അല്ലെങ്കിൽ സമരം എന്ന് വിളിക്കാവുന്നുണ്ട്. ഇപ്പോൾ ക്യൂബ കാസ്ട്രോ 10-30 കൊല്ലം ഭരിച്ചു. ആ 30 കൊല്ലം ഇമ്പീരിയലിസത്തിനെതിരായ സമരമായിരുന്നു. അല്ലാതെ അയാളോട് പ്രസിഡൻ്റായിട്ട് ആഘോഷമായിട്ട് ഇരിക്കുകയല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ലോകത്ത് പലരും ഭരിക്കുന്നു, അവരെല്ലാം ഈ പറയുന്ന നിലയിൽ സമരം കൂടിയാണ്. പക്ഷെ അതല്ലാത്ത സ്വേച്ഛാധിപത്യം ഉണ്ടാവും. അപ്പോൾ ഈ സ്വേച്ഛാധിപത്യപരമായ തുടർഭരണങ്ങളെപ്പോലെ തന്നെയാണ് ഇപ്പോൾ 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാണല്ലോ ഇത് വരുന്നത്. അല്ലാതെ തറവാട്ടിലെ അധികാരി അമ്മാവൻ്റെ മോൻ മരുമോനായി എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ഇതിലൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രത്യേകിച്ചും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു സവിശേഷത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു ഭാഗത്ത്, പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഊന്നിക്കൊണ്ട് മറുഭാഗത്ത്, ഇതോടൊപ്പം തന്നെ സോഷ്യൽ ഹാർമണിയും അതുപോലെ തന്നെ വർഗീയ വിരുദ്ധ നിലപാടും ഉറപ്പിച്ചെടുത്തുകൊണ്ട്, പിന്നെ ബഹുതല സ്പർശിയായ മനുഷ്യജീവിതത്തെ ആകമാനം പരിഗണിച്ചുകൊണ്ടുള്ള, എല്ലാം തീർന്നു എന്നൊന്നുമല്ല, ധാരാളം പോരായ്മകൾ നമുക്കിപ്പോഴും പറയാൻ പറ്റും, പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു പൊസിഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മിക്കവാറും അവശേഷിക്കുന്ന ഒരേ ഒരു കൗണ്ടറാണ്. അപ്പോൾ ആ കൗണ്ടർ വളരെ പ്രധാനമാണ്. അത് തുടരേണ്ടതിന് ആ നിലയ്ക്ക് ആവശ്യമുണ്ട്. ഞാനതിനെ കാണുന്നത് വെച്ചാൽ, ഈ ഭരണം എന്താ പറയുക, ഭരണമില്ലായ്മ എന്നുള്ളതിനപ്പുറം ഭരണത്തിനൊരു സമര എന്നതിൻ്റെ ഉള്ളടക്കം ഉണ്ടാവാം. എല്ലാ ഭരണത്തിനും അല്ല, ചില ഭരണത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും പ്രയാസകരമായ സാഹചര്യങ്ങളിലാണല്ലോ ഇത് മുമ്പോട്ട് പോയത്. ഇപ്പോൾ കേരളത്തിൻ്റെ കീഴ്ത്തട്ട് വികസനത്തിൽ, അടിത്തട്ട് വികസനത്തിൽ ഇപ്പോൾ 1,10,10,000 കോടിയോളം രൂപ ചിലവായി കഴിഞ്ഞു കിഫ്ബി വഴി. നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, ഇതെല്ലാം ഒരു കൗണ്ടർ യുക്തിയാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പശ്ചാത്തല സൗകര്യം, ഹൈടെക് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, അവരുടെ സ്കൂൾ ബസ്, ഉച്ചഭക്ഷണം, ഇത്രയും സൗകര്യങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് നിങ്ങൾക്കൊരു സ്കൂളിൽ ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1,000-1,500 രൂപ പ്രതിമാസം ഫീസ് കൊടുക്കാൻ പറ്റുന്നൊരു സ്കൂളിലല്ലാതെ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ആശുപത്രികൾ, ആശുപത്രികളിൽ കിട്ടുന്ന ചികിത്സ കേരളത്തിന് പുറത്തെവിടെയാണ് കിട്ടുക? PHCകളും ഉള്ളത്. ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് എറണാകുളത്ത് കാത്ത് ലാബിൽ, ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവിടെ എല്ലാ ദിവസവും 15-20 ആൻജിയോപ്ലാസ്റ്റി നടക്കും. ഈ 15-20 ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പുറത്തൊരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ ഒരു 3-3.5 ലക്ഷം രൂപ വരും. ഇവിടെ പരമാവധി 25,000 രൂപയാണ് വരിക. അതിൻ്റെ അടിസ്ഥാന ചെലവുകൾ, അല്ലെങ്കിൽ മുറി വാടക എന്നൊക്കെ പറഞ്ഞ്. ചിലർക്ക് അതും വരില്ല. അപ്പം ഇങ്ങനെ നടക്കാണല്ലോ. അത് കഴിഞ്ഞ 12 വർഷമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതൊരു പൊതുസമൂഹത്തിന്, എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ സൂപ്രണ്ട് പറയുകയുണ്ടായി, എറണാകുളം ജില്ലയുടെ എക്കോണമിയെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വലിയ പങ്കുണ്ടെന്ന്. അത് വസ്തുതയാണ്. കാരണം അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗികളിലൊരു 90% മറ്റാശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ അവരൊന്നുകിൽ ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വീട് പണയം വെക്കേണ്ടി വരും. ഈ ക്രൈസിസ് നേരിടാതെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ എത്രയോ വലിയ കാര്യങ്ങൾ, അതെല്ലാം വാസ്തവത്തിൽ കഴിഞ്ഞൊരു 10 വർഷത്തെ ഭരണത്തിൻ്റെ വലിയ നേട്ടങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതൊരു കൗണ്ടർ പൊസിഷനുമാണ്. അതിനകത്തൊരു സമരമുണ്ട്. അല്ലാതെ അതിനെ ഭരണം മാത്രമായിട്ടല്ല കാണേണ്ടത്. ഭരണത്തിനകത്തൊരു സമരം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൂടിയുള്ളതായിരുന്നു കഴിഞ്ഞ 10 വർഷം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും മാഷ് കേട്ടിരിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കലി
ഒരു നോളജ് അക്വയർ ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ് നേരത്തെ ഹേബർമാസിനെ ഉദ്ധരിച്ച് പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷനും ഇൻ്റർപ്രിട്ടേഷനും എന്നാൽ അതിനെ കൃത്യമായി ക്രിട്ടിക്കലി നോക്കിക്കാണുന്ന, ഇപ്പം നേരത്തെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇത്രയും ടൈം ലിമിറ്റ് ഉണ്ടായിട്ടും മാഷ് ഇവിടെ വന്നതിലും ഞങ്ങളോട് സംവദിച്ചതിലും ഒരുപാട് സന്തോഷം.